ഇടക്കൊച്ചിയിൽ കായൽ വേലിയേറ്റം രൂക്ഷമായ പ്രദേശങ്ങളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. ദുരന്ത നിവാരണ ഫണ്ടിലൂടെ താൽക്കാലിക തടയണ നിർമ്മിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകി. ഇടക്കൊച്ചി 16-ാം ഡിവിഷനിലെ അംബേദ്കർ റോഡ്, പാടശേഖരം റോഡ്, പരുത്തിത്തറ നഗർ എന്നിവിടങ്ങളിൽ കായൽ വേലിയേറ്റം മൂലമുള്ള ദുരിതം ഒഴിവാക്കാൻ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും കൊച്ചി തഹസിൽദാരുടെ ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കായൽ വേലിയേറ്റം മൂലം വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ സമീപത്തെ 15-ാം ഡിവിഷനിലെ കനാലുകൾ വഴിയാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഇവിടെ സംരക്ഷണ ഭിത്തിയും സ്ലൂയിസും നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ ഇനിയും താമസമുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുവരെ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും കൗൺസിലർമാരുടെയും ആവശ്യം. ഒട്ടേറെ നാളുകളായി സമരത്തിന്റെ പാതയിലാണ്. ഈ ആർട്ട് ഓഫീസിൽ തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ വലിയ പ്രതിഷേധമായിട്ട് നമ്മളെത്തി. അന്ന് അതിൻ്റെ പിറ്റേന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും ഈ വേലിയേറ്റം തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകി, ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയാണ്. ഇപ്പോൾ ഈ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നഗരസഭാംഗം എന്ന നിലയിൽ എൻ്റെ ഡിവിഷനിൽ കയറുന്ന വെള്ളം താൽക്കാലിക തടയണ ഉപയോഗിച്ച് അത് നിർത്തിവെക്കണം, തടഞ്ഞു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് ഞാൻ 1 മാസം മുമ്പ് കൊടുത്തായിരുന്നു. ഈ കത്ത് വില്ലേജ് ഓഫീസർ അന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ടാക്കി ഇത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇവിടെ തടയണ നിർമ്മിച്ച് നാട്ടുകാരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു. ഇതിന് ശേഷം ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ തഹസീൽദാറുടെ ഓഫീസിൽ ചെന്ന് ഈ ഫയലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഫയൽ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കുകയാണ്. ആ ഫയൽ ഇപ്പോഴാണ് തഹസീൽദാറുടെ ടേബിളിലേക്ക് വന്നിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് താലൂക്ക് ഓഫീസ് ഉപരോധിച്ചത്. തഹസീൽദാരുമായി കൗൺസിലർമാർ നടത്തിയ ചർച്ചയെ തുടർന്ന് ജില്ലാ കളക്ടർ ഫോണിലൂടെ സമരക്കാരുമായി ബന്ധപ്പെട്ടു. എന്നോട് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊച്ചിയിലെ നമ്മുടെ ഊരുവെള്ളം കേട്ടത്. ഇറിഗേഷൻ വർക്ക് ഇനി സമയമാവും. താൽക്കാലിക തടയണയ്ക്ക് ഫണ്ട് ഉടനെ അനുവദിച്ച്, ഫണ്ട് എത്ര എസ്റ്റിമേറ്റ് കറക്റ്റ് 4 lakhs 5 lakhs ഉടനെ അനുവദിച്ച് ഇറിഗേഷൻ മുഖാന്തരം വർക്ക് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കാം. ഒരു ദിവസത്തിൽ അതിന്റെ പേപ്പേഴ്സ് റെഡിയാക്കാം. ഓക്കെ സാർ. സാർ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന ഡയറക്ടർ Sir, the Abhilash council is also here. He's suffering from there. I'll hand over. Just what you. Sir, good morning. ഈ താൽക്കാലിക തടയുന്ന പൈസ കൊടുക്കാൻ നോ പ്രോബ്ലം. ഞാൻ ഉടനെ ശരിയാക്കി തരാം. സാറേ ഞങ്ങൾ ഇനി ഒന്നും പറയണ്ടല്ലോ, സാറ് റിപ്ലൈ തരുമോ? ഞാൻ ഇപ്പോ ഡെപ്യൂട്ടി കളക്ടറോട് പറയാം. ഇന്ന് ശരിയാക്കാം. ശരി ഓക്കെ, താങ്ക് യു സാർ. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കളക്ടറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ മനോജ്, നഗരസഭാ സെക്രട്ടറി PS ഷിബു, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ബാസ് എന്നിവരും ഫോണിൽ ബന്ധപ്പെട്ട് നടപടി വേഗത്തിലാക്കാമെന്ന് കൗൺസിലർക്ക് ഉറപ്പു നൽകി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ, കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, ശൈല തദേവൂസ്, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, DCC സെക്രട്ടറി NR ശ്രീകുമാർ, PP ജേക്കബ്, PD സുരേഷ്, ജസ്റ്റിൻ കവലക്കൽ, AJ ജെയിംസ്, CL ശശീന്ദ്രൻ, ബിജു അറക്കപ്പാടത്ത്, സോളി പഴയക്കാട്ട്, ഡേവിഡ് ലിസൺ, PJ സേവ്യർ, ജോർജ് PF, EA ഫ്രാൻസിസ്, VK അരുൺകുമാർ, പെക്സൺ ജോർജ്, സെബോ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ ഈ സ്ലൂയിസ് ഇറിഗേഷൻ വകുപ്പ് ചെയ്യേണ്ടതാണ്. അതിന് വരുന്ന കാലതാമസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണിപ്പോൾ താൽക്കാലിക തടയണ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1 മാസം മുന്നേ അഭിലാഷ് കൗൺസിലർ കത്ത് കൊടുത്തതാണ്. അതിൻ്റെ നടപടിയൊന്നും ആകാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമരമുറയുമായി ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.